തൊട്ടുമുമ്പ് ബി ജെ പി പ്രതിനിധി ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ചു, ഞാൻ ഇലക്ട്രൽ ബോണ്ടിനെ തുടർന്നും അതോടൊപ്പം ED ഗുണ്ടാസംഘമായി നടത്തിയ റെയ്ഡുകളെ തുടർന്ന് ബോണ്ടെന്ന നക്കാപ്പിച്ച ഇട്ട് കൊടുക്കുമ്പോൾ അത് BJP ആഫീസിൽ കിട്ടിക്കഴിഞ്ഞ് കേരളത്തിലെ മുതൽ ഇന്ത്യയിലെ BJPക്കാർ ചോറ് തിന്നുന്നത് പോലെ അത് തിന്നതിന് ശേഷം എങ്ങനെ കുറ്റക്കാർ അല്ലാതായി മാറുന്നു എന്ന ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾക്ക് ബോണ്ട് എന്ന ബോണ്ട തന്നതിന് ശേഷം ഞങ്ങൾ ആരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു 10-12 പേരുടെ പേര് പറയാം. എന്തായിരുന്നു ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേസിൽ അങ്ങയോട് ആവർത്തിച്ച് ഞാൻ ചോദിച്ചല്ലോ, BJP പ്രതിനിധി, അങ്ങയുടെ ചെവിക്ക് തകരാറില്ലാന്ന് എനിക്കും ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അരബിന്ദോ ഫാർമസി ശരത്ചന്ദ്ര റെഡ്ഡി നവംബർ 5-ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 5 കോടിയുടെ നക്കാപ്പിച്ച BJPക്കാർക്ക് ഇട്ടുകൊടുക്കുന്നു. BJPക്കാർ അത് വാങ്ങി പോക്കറ്റിലിടുന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? 5-ാം ദിവസമാകുമ്പോൾ മാപ്പ് സാക്ഷിയാകുന്നു. പിന്നെ 25 കോടിയുടെ നക്കാപ്പിച്ച BJP ആഫീസിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. BJPക്കാർ അത് വാങ്ങി തിന്നുന്നു. ചെറിയ ആളുകളല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ കേരളത്തിലെ ലോക്കൽ വർഗീയവാദി വരെയുള്ള BJPക്കാർ ഇത് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എത്ര മുഖ്യമന്ത്രിമാർ, എത്ര കോൺഗ്രസ് നേതാക്കന്മാർ, കഴിഞ്ഞ ദിവസം കുണ്ടറ MLA കൂടിയായിട്ടുള്ള നമ്മുടെ ചർച്ച ചെയ്യുന്ന കോൺഗ്രസ് നേതാവിന്റെ സഹപ്രവർത്തകൻ അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, അശോക് ചവാൻ ഞങ്ങളുടെ നേതാവായിരുന്നു, പക്ഷെ ഞങ്ങളുടെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു. എന്താ കരയുന്നത്? ED വന്നു, എനിക്ക് പേടിയാണ്, ഇനി BJP പോകാതെ തരമില്ല, പൊക്കോ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ED വന്ന് പേടിപ്പിച്ചാൽ കരയും, കരഞ്ഞാൽ അങ്ങ് BJPയിൽ പോകും അല്ലേ? അങ്ങ് കണ്ടുപഠിക്കണം അന്തസ്സുള്ള കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരെ. അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ തയ്യാറാകണം. ED വന്നല്ലോ, ഏതെങ്കിലും ഒരു നിലവിളി ശബ്ദം കേട്ടോ? ആരെങ്കിലും കരഞ്ഞോ? ഞങ്ങളുടെ സാധാരണ പാർട്ടി അംഗം മുതൽ പാർട്ടി സഹയാത്രികരെങ്കിലും BJPയിലേക്ക് പോയോ? അപ്പോ ED മഹാരാഷ്ട്രയിൽ അശോക് ചവാനെതിരെ കേസെടുത്തപ്പോ BJPയിലേക്ക് പോയി. എന്തായിരുന്നു കേസ്? എത്ര പേരുടെ പേര് ഞാൻ പറയണം? പേമ കണ്ടു, കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ലേ? ED കേസെടുത്തു, കള്ളപ്പണ സംബന്ധമായ കേസ്, BJPയിൽ പോയി. ഇപ്പൊ കേസില്ല. അതിന്റെ തുടർച്ചയിലോ സുവേന്ദു അധികാരി ബംഗാളിൽ നിന്നുള്ള വലിയ നേതാവായിരുന്നില്ലേ? എന്തായിരുന്നു പ്രശ്നം? കള്ളപ്പണ സംബന്ധമായ കേസും അതേപോലെ തന്നെ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പും. CBI കേസെടുത്തു, BJPയിലേക്ക് പോയി. ഇപ്പൊ അന്വേഷണവുമില്ല, ഇപ്പൊ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയില്ല. അതിന്റെ തുടർച്ചയിൽ അശോക് ചവാൻ കഴിഞ്ഞ് ദിഗംബർ കോമത്ത്, പേര് ഓർക്കാൻ പ്രയാസമാണെങ്കിൽ ഗോവയിലെ പ്രതിപക്ഷ നേതാവാണ്, ഗോവയിലെ VD സതീശൻ. എന്തായിരുന്നു പ്രശ്നം? അവിടുത്തെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ സംബന്ധിച്ച്, ലൂയിസ് ബർഗർ പദ്ധതിയെ സംബന്ധിച്ച് അഴിമതി ആരോപണം വന്നു, CBI കേസെടുത്തു. ഗോവയിലെ VD സതീശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് BJPയിലേക്ക് പോയി. ഇപ്പൊ കേസില്ല. NCP നേതാവായ അജിത് പവാർ കോപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിയെ സംബന്ധിച്ച് CBI കേസെടുത്തു, കരഞ്ഞു നിലവിളിച്ചു. PC വിശ്വനാഥിന്റെ വാക്കുകടമെടുത്താൽ BJPയിൽ പോയി. ഇപ്പൊ കേസില്ല. അതിന്റെ തുടർച്ചയിൽ നാരായണ റാണെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ചർച്ച ചെയ്യുന്ന നമ്മുടെ ഒപ്പം ഇരിക്കുന്ന മാന്യൻ അദ്ദേഹത്തിന്റെ നേതാവായിരുന്നു. എന്തായിരുന്നു? കള്ളപ്പണത്തെ സംബന്ധിച്ച് ED ഒന്ന് കേസെടുത്തു, കരഞ്ഞു നിലവിളിച്ചു, BJPയിൽ പോയി. ഇപ്പൊ കേസില്ല. അപ്പോ ശരത്ചന്ദ്ര റെഡ്ഡി മുതൽ നാരായണ റാണയും പേമഗണ്ഡുവും അശോക് ചവാനും വരെയുള്ള 100 കണക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ കേസെടുത്തു. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു, BJPയിൽ പോയി. ഇപ്പോഴോ കേസിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ഇങ്ങനെ ഈ കള്ളന്മാരിൽ നിന്നും വാങ്ങുന്ന കള്ളപ്പണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ മാത്രമല്ല, ചർച്ച ചെയ്യുന്ന വഴിയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണത്രേ. നാണമുണ്ടോ കോൺഗ്രസ് നേതാവേ? അതിൽ നിന്ന് 1952 കോടി രൂപ വാങ്ങി BJPക്കാരെ പോലെ നിങ്ങളും തിന്നില്ലേ? എന്നിട്ടല്ല നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഒരു നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് BJPക്കാർക്ക് 55 കോടി കൊടുത്തില്ലേ, അവരിൽ നിന്ന് നിങ്ങൾ എത്രയോ ലക്ഷം വാങ്ങിയില്ലേ എന്ന്. ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം വാങ്ങിച്ച് തിന്നാത്ത, അതുപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ഇന്ത്യയിലെ ഒരു ഒറ്റ പാർട്ടിയുള്ളൂ. അതിന്റെ പേരാണ് കോൺഗ്രസ് നേതാവേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തു. അതിനെ തുടർന്ന് നിങ്ങളുടെയും BJPയുടെയും അഴിമതി പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു. അതിന്റെ ലിസ്റ്റ് കോടതി SBI വെളിയിൽ വിടാൻ താമസിച്ചപ്പോ ഞങ്ങൾ വീണ്ടും കേസ് കൊടുത്തു, ലിസ്റ്റ് പുറത്തുവിട്ടു. ആ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടാണ് ഇന്ന് കെജ്രിവാളിന്റെ പാർട്ടിയുടെ വനിതാ മന്ത്രി അതീഷി അടക്കം വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ ലിസ്റ്റ് പുറത്തു വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ CPIM കള്ളപ്പണം വാങ്ങി തിന്നാതെ ഇവന്മാർക്കെതിരെ കേസ് നടത്തി. നിങ്ങളുടെ പത്മജ മുതൽ പത്നി വരെയുള്ളവരെ വിലക്കെടുക്കാൻ കിട്ടിയ ഈ കള്ളപ്പണം അവസാനിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാൻ ഈ ലിസ്റ്റെങ്കിലും ലഭിച്ചത്. നന്ദി വേണം. അതായത് നിങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാതിരിക്കാൻ BJP നിങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കോൺഗ്രസ് വാങ്ങണമെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് മേടിച്ചിട്ടില്ലെന്നാണോ ഞാൻ പറയുന്നു? അങ്ങ് കേൾക്കുന്നില്ലേ? ഇലക്ട്രൽ ബോണ്ട് അല്ല, നിങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ?
ഇനി എനിക്ക് മറുപടി പറയാൻ അവസരമുണ്ടല്ലോ അല്ലേ? അദ്ദേഹം ചോദ്യം അവസാനിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസ് നേതാവ് നിങ്ങൾ പറഞ്ഞ ഒരു സെക്കൻഡ് വ്യക്തമായിട്ട് പറയാം. ഒന്ന് വഴങ്ങൂ. ഒരു സെക്കൻഡ് വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ സൂചിപ്പിച്ച ടണൽ ദുരന്തത്തിന് കാരണക്കാരായ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നവയുഗ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾ BJP ഇലക്ട്രൽ ബോണ്ട് വഴി മേടിച്ചു. നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയെന്നും ആളെ കൊന്ന കമ്പനി എന്നാണ് ജയിക്ക് പറഞ്ഞത്. നിങ്ങൾ 50 ലക്ഷം രൂപ മേടിച്ചോ? നേരിട്ടുള്ള ചോദ്യമാണ്. മേടിച്ചോ ഇല്ലേ എന്നുള്ളത് പറയൂ. ശരി, അപ്പോ അല്ല, ഒറ്റ വാക്കിൽ മേടിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആഫീസിൽ വന്ന് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയൊന്നുമല്ല ഞാൻ. അപ്പൊ ആ തിട്ടൂരൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ മറുപടി പറയാം. നവയുഗ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ല, ഇന്ത്യയിലെ ഒരു കള്ളന്മാരിൽ നിന്നും നിങ്ങൾ കോൺഗ്രസും BJPയും 1952 കോടി രൂപയും 8251 കോടി രൂപയും കോർപ്പറേറ്റ് കള്ളന്മാരിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചതുപോലെ ഒരു അണാ പൈസ സ്വീകരിക്കാൻ SBIയിൽ അക്കൗണ്ട് പോലും തുറന്നിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് നേതാവ് CPIM. കേട്ടല്ലോ, നവയുഗം എന്നല്ല, ഒരു യുഗത്തിൽ നിന്നും ഒരു അണാ പൈസ വാങ്ങി ഒരു മിനിറ്റ് ജയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ഇതാണ് ശ്രീ രാജു പിന്നാർ ചോദിക്കുന്ന, ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയോ എന്നല്ല, അല്ലാതെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് അങ്ങേക്ക് മനസ്സിലാവാത്താണോ എന്ന് എനിക്ക് അറിയില്ല, ഞാനൊന്ന് ക്ലിയർ ചെയ്തിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് CPIM പല വിധത്തിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ പണം കിട്ടിയിട്ട് പണം കിട്ടിയില്ല എന്ന് പറയുന്ന ഏർപ്പാടില്ല. ആരിൽ നിന്ന് കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ചോദ്യം നവയുഗ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ ദുരന്തം വിധിച്ച ആളെ കൊന്ന കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനി, ആ കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനിയിൽ നിന്ന് 50 ലക്ഷം നിങ്ങൾ മേടിച്ചു. എന്നിട്ട് വന്നിരുന്ന് നിങ്ങൾ അങ്ങോട്ട് ഞങ്ങള് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പറയുകയാണല്ലേ. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് നിയമപരമായി അനുശാസിക്കുന്ന നിലയിൽ പണസമ്പാദനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കള്ളപ്പണം വാങ്ങിച്ച് കഴിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിയമപരമായി പണം വാങ്ങിയതിനെ സംബന്ധിച്ച് തിരികെ ചോദിക്കാൻ പറഞ്ഞതല്ല. നിങ്ങൾ നവയുഗിനെ കുറിച്ച് കള്ളപ്പണം ആളെ കൊന്ന കമ്പനി അല്ല, ആളെ കൊന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനി. കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം അല്ല. ജയ്ക്കൊരു മിനിറ്റ്, അത് എനിക്കിതിൽ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണമാണ്. എന്നാലും ഞാൻ ചോദിക്കാണ് ജയ്ക്ക്, അതായത് CPM-ന് പാർട്ടി ഫണ്ടാണെങ്കിലും സമാഹരിക്കുന്നതിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ചരിത്രവും അങ്ങ് പറഞ്ഞതുപോലെയുള്ള വിശേഷണങ്ങളും ബാധകമല്ലേ എന്നുള്ളതാണ്. ആരായാലും കുഴപ്പമില്ല, ആളെ കൊല്ലാനും കുഴപ്പമില്ല എന്നുണ്ടോ? CPIM അതെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ കോൺഗ്രസും BJPക്കാരും വാങ്ങിയതുപോലെ കള്ളന്മാരിൽ നിന്ന് കള്ളപ്പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കാത്ത ഇന്ത്യയിലെ ഏക പാർട്ടി CPIM ആണ്. അഭിമാനാർഹമായ നിലയുള്ള ആരെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ നിന്നാണ് ഇലക്ട്രൽ ബോണ്ടുമായുള്ള ചർച്ച. ഈ പറയുന്ന നവയുഗ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഒരാളെ കൊല്ലി പ്രസ്ഥാനമാണ് എന്നങ്ങേക്ക് നിലപാടുണ്ടെങ്കിൽ അവിടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് രാജു പിന്നാർ ചോദിച്ചത്. ശരി.